ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പോൾ ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന ഒരു നാടൻ കോഴിക്കറിയാണ്. ഞാനിവിടെ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചുവന്നുള്ളി, പിന്നെ കുറച്ച് ഇഞ്ചി, പിന്നെ കറിവേപ്പില, ഉണക്കത്തേങ്ങ കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്, പിന്നെ ഒരു സബോള. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു ചെറിയൊരു ചീനച്ചട്ടി അടപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ. അതിലേക്ക് ഞാൻ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ മസാല ഒരു 2-3 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി നമുക്കിവിടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മുളക് പൊടിയാണ്. മുളക് പൊടി നിങ്ങൾക്ക് എരിവിനനുസരിച്ച് മാത്രം എരിവ് വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണയൊന്നും ഒഴിക്കരുത് കേട്ടോ. നമുക്കിതൊന്ന് ഈ പൊടികളൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ്, കരിഞ്ഞു പോകാൻ പാടില്ല. ഈ ഒരു പരിവായിക്കുമ്പോൾ നമുക്കിത് നമ്മളെടുത്ത് വെച്ച ചിക്കനില്ലേ, ചിക്കനിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് പോകണം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ പുരട്ടി നന്നായിട്ട് വച്ചു. ഒരു അരമണിക്കൂർ അത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിതിൻ്റെ ഗ്രേവി റെഡിയാക്കി എടുക്കാം. ഞാൻ മൺകലത്തിലാട്ടോ വയ്ക്കുന്നത്. മൺകലത്തിൽ ഞാൻ ഉണക്കത്തേങ്ങ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. സവോള, ഇഞ്ചി എല്ലാം നീളത്തിൽ തന്നെയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. വെളുത്തുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. വെളുത്തുള്ളി അതുപോലെ തന്നെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് തേങ്ങ ഒന്ന് പതുക്കെ ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോഴാണ് ഈ കറിക്കൊരു നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഇനി വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വറ്റൽമുളക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പച്ചമുളകാണ്. പച്ചമുളക് ഞാൻ ഇതുപോലെ നീളത്തിൽ തന്നെ കീറിയിടുന്നുണ്ട്. കത്രിക കൊണ്ടാട്ടോ ഞാൻ ചെയ്യുന്നത്. ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ചെയ്തത്. ഒരു 3 പച്ചമുളക് ഞാനിവിടെ എടുക്കുന്നുണ്ട് കേട്ടോ. ഈ പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളക് കേട്ടോ. പിന്നെ നമ്മൾ വറ്റൽമുളക് കൊടുത്തിട്ടുണ്ട്. 2-3 വറ്റൽമുളകും മുറിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഇട്ട് കൊടുത്ത പച്ചമുളകും വറ്റൽമുളകും തേങ്ങയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്ത കൂട്ടുകളൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് സബോള കേട്ടോ. സബോള നീളത്തിലരിഞ്ഞത്, വെളുത്തുള്ളി ഇതുപോലെ തന്നെ നീളത്തിലരിഞ്ഞത്, പിന്നെ ഞാൻ ചുവന്നുള്ളി നീളത്തിൽ തന്നെയാണ് അരിഞ്ഞിരിക്കുന്നത്. വട്ടത്തിൽ അരിയരുത്, നീളത്തിൽ തന്നെയാണ് അരിഞ്ഞിരിക്കുന്നത്. പിന്നെ ഞാൻ ഇഞ്ചിയും കനം കുറച്ചിട്ട് നീളത്തിൽ തന്നെയായിട്ടാണ് കേട്ടോ അരിഞ്ഞിരിക്കുന്നത്. ഈ ഒരു കറിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഈ ഇഞ്ചിയൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ട് നമുക്കിത് ഇഞ്ചിയൊക്കെ ഇടയ്ക്ക് കടിക്കാൻ കിട്ടും. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മൾ ഇട്ട് കൊടുത്ത സബോളയും എല്ലാം ഒന്ന് വഴണ്ട് വരാനായിട്ട് ഒരു ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴണ്ട് കിട്ടും. ഇനി നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഇപ്പം ഞാൻ തുറന്നു, സബോളയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇളക്കണേൻ്റെ ഒപ്പം എൻ്റെ മോനും കൂടി ഇളക്കാൻ വേണ്ടിട്ടോ. അവൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കയ്യിലിരിക്കുന്ന ചട്ടകം പിടിച്ച് വലിച്ച് മേടിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വീഡിയോയിൽ കൂടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമുക്ക് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ നിങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന പൊടിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്.
ഇനി നമ്മൾ ഇട്ട് കൊടുത്ത മഞ്ഞൾപ്പൊടി ഒന്ന് നന്നായിട്ട് എല്ലാത്തിലേക്ക് എത്താൻ പാകത്തിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി നമുക്കിതിലേക്ക് ഒരു 2-3 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ചിലർക്ക് മല്ലിപ്പൊടി ഒരുപാട് ഇഷ്ടമല്ല. നമ്മൾ ഇട്ട് കൊടുത്ത പൊടികൾ ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇട്ട് കൊടുത്ത പച്ചമുളകിനും വറ്റൽമുളകിനൊക്കെ നല്ല എരിവുള്ളതാണ്. അതുകൊണ്ട് ഞാൻ മുളക് പൊടിയൊക്കെ കുറച്ചാണ് അതിൽ യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാൻ ചിക്കൻ മസാല ഇട്ട് കൊടുത്തു. ചിക്കൻ മസാല ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നമ്മൾ ഇട്ട് കൊടുത്ത സവോളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഒന്ന് നന്നായിട്ട് എല്ലാ പൊടി ഇട്ട് കൊടുത്തതും എല്ലാം നന്നായിട്ട് എല്ലാ ഭാഗത്തേക്ക് എത്താൻ പാകത്തിന് ഇളക്കി കൊടുത്തു. പിന്നെ ഒരു നുള്ളു വെള്ളം ഒഴിച്ചു കേട്ടോ. ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചില്ല, ഒരു നുള്ളു വെള്ളം ഒഴിച്ചോളൂ. കാരണം അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട്. പിന്നെ ഞാൻ ഈ സമയത്ത് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തു. നമുക്ക് ചിക്കനിലേക്ക് ആവശ്യമായ ഉപ്പ് ഞാനിവിടെ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ച് വേവിക്കാൻ 2 മിനിറ്റ്. ഇപ്പം ഞാൻ തുറന്ന് നോക്കി, ഇടയ്ക്ക് ഞാൻ തുറന്ന് നോക്കി കേട്ടോ. ചിക്കൻ ഒക്കെ ഏകദേശമൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തു. ഫ്രഷായിട്ട് കറിവേപ്പില ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് ഒരു വെറൈറ്റി ടേസ്റ്റാട്ടോ. ഇനി ഞാൻ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കേട്ടോ. നമ്മൾ ഇട്ട് കൊടുത്ത കറിവേപ്പിലയും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ചിക്കൻ നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇപ്പം ഞാൻ തുറന്ന് നോക്കി, നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ കറിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇട്ട് കൊടുത്തത് ഇഞ്ചിയോ അല്ലെങ്കിൽ വെളുത്തുള്ളിയോ ഒന്നും നമ്മൾ ചതച്ചല്ല ചേർത്തിരിക്കുന്നത്. ഫ്രഷായിട്ട് നീളത്തിൽ അരിഞ്ഞാണ് ചേർത്തിരിക്കുന്നത്. ഇടയ്ക്കുള്ള തേങ്ങയൊക്കൊത്തും ആ ഇഞ്ചിയൊക്കെ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്.